തലയിൽ 13 സ്റ്റിച്ചിങ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അമ്മയ്ക്ക് ഷമിക്ക്. പിന്നെ മുഖത്ത് ഈ 2 കണ്ണിൻ്റെ താഴെ സൈഡിലെല്ലാം എല്ലും പൊട്ടിയിട്ടുണ്ട്. HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യവനും അഫാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കണം. എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. തൻ്റെ മകനൊന്നും തന്നെ സംഭവിച്ചില്ലല്ലോ, അവൻ ജീവനോടെ ഇല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും അഫ്സാൻ്റെ മാതാവ് ഷെമി ചോദിച്ചത്. അഫാനെക്കുറിച്ച് ഒരു വാക്ക് പോലും ചോദിക്കാൻ ഷെമി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാണ് ഷെമിയുടെ ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത്. ഷെമിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഈ അവസരത്തിൽ പുറത്തു വരുമ്പോൾ ബന്ധു തന്നെ തുറന്നു പറയുന്നത് തലയിൽ മാത്രമായി 13 സ്റ്റിച്ച്, മുഖത്താകമാനം മുറിവുകൾ, മുഖത്തെ സകലമാന എല്ലുകളും പൊട്ടിയിരിക്കുന്നു. തിരിച്ചു വരവെന്ന് പറയുന്ന ഏറെ ദുർഘടം പിടിച്ച ഒരു യാത്ര തന്നെയാണ്. എന്നിരുന്നാലും അതിനെ അതിജീവിച്ച് പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന പ്രതീക്ഷയാണ് കുടുംബം അർപ്പിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ വന്ന വാർത്തകൾ പ്രകാരവും അഫാൻ നൽകിയ മൊഴി അനുസരിച്ചും അഫാന്റെ നില തെറ്റിച്ചത് ഉമ്മയെ ബന്ധുക്കളും മറ്റ് സുഹൃത്തുക്കളുമൊക്കെ കുറ്റം പറയുന്നതാണ്, നിഷേധിക്കുന്നതാണ്. ഉമ്മയ്ക്കെതിരെ തിരിഞ്ഞവരെ ഒക്കെ തന്നെ കൊലപ്പെടുത്തുക എന്നുള്ള വൈര്യം മാത്രമായിരുന്നു അഫാന്റെ മനസ്സിൽ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അഫാൻ ഈ 5 പേരെ, അഫാന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ 6 പേരെ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, 9 പേരെ കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ 6 പേർ കൂടാതെ മറ്റു 3 പേരെ കൂടി അഫാന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലും ഇപ്പോൾ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധർക്ക് മുന്നിൽ അഫാൻ തുറന്നു പറയുകയാണ്. അതിനിടയിൽ അഫാനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ഒപ്പം അഫാനെയും ഫർസാനെയും ഒരുമിച്ച് കണ്ട ഒരു ബന്ധു ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നുണ്ട്. നിലവിൽ അഫാന്റെ ഉമ്മയുടെ അവസ്ഥ എന്ത് എന്നുള്ളതും വ്യക്തമാക്കുകയാണ്. ആ വീഡിയോ ദൃശ്യത്തിലേക്ക്. തലയിൽ 13 സ്റ്റിച്ചിങ് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞു അമ്മയ്ക്ക് ഷമിക്ക്. പിന്നെ മുഖത്ത് ഈ 2 കണ്ണിൻ്റെ താഴെ സൈഡിലെല്ലാം എല്ലും പൊട്ടിയിട്ടുണ്ട്. പിന്നെ വാ തുറക്കത്തില്ല. അപ്പം നമ്മൾ ജ്യൂസ് ഐറ്റങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവൾ പിന്നെ സംസാരിക്കും. എനിക്ക് അവൾ ആ സംസാരം അറിയാമെന്നുണ്ട്. ഞാൻ കുറേ ചെവി അടുത്ത് പിടിച്ച് സംസാരിച്ച് അവൾ കരയും. എന്നെ കണ്ടപ്പോൾ കരയും. അഫാനെ ചോദിക്കുകയും ചെയ്തു. കൊച്ചുമോന, മാമച്ചി മോനഞ്ഞ് കൊണ്ടുവരണം, രണ്ടാമത്തെ കുട്ടിയെ മോനഞ്ഞ് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു കൊണ്ടുവരാം ഷമി എന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവരണം ഡോക്ടർ നിൽക്കേ. അവൾ അങ്ങനെ കുറച്ച് അവളെ കൊണ്ട് പറയുന്ന രീതിക്ക് ശ്വാസം എടുത്ത് പറയുന്നുണ്ട്. വ്യക്തമായി അത് കുറച്ച് അറിയാം. അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാരണം അവൻ എന്തെങ്കിലും ഉണ്ടോ, മുറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു. ഷെമി അറിഞ്ഞിരിക്കണം. അഫാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. കൊച്ചിനെ കാണണം എന്നുള്ളതിലാണ്. ഞാൻ 1.5 വർഷം മുമ്പ് ഈ വീട്ടിൽ എന്ത് കാര്യത്തിനും എന്നെയാണ് അവൾ വിളിക്കാറുള്ളത്, മാമ എന്ന നിലയിൽ. അവൾക്ക് RCCയിലെ ട്രീറ്റ്മെൻറ്റിന് പോണേൻ്റെ അന്നും വെഞ്ഞാറമൂട്ടിൽ അവളെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ RCC പോകേണ്ട കാര്യമാണെന്ന് പറയുമ്പോഴും എന്നെയാണ് വിളിച്ചിട്ട് ആവശ്യം ലാബിൽ വരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നാണ് സംസാരിക്കും. അതുകൊണ്ട് പിന്നെ RCCയിലേക്ക് കൊണ്ടുപോകുന്നതും അവിടെ ഡോക്ടർ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഞാൻ ഒരു പ്രവർത്തനം എന്നല്ല, അന്ന് ഞാൻ തലേക്കുന്ന് വിശ്വസ്ഥാനത്തെ കൂടെ ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് അതായിരുന്നു. അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നടന്ന് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനായിരുന്നു. 1.5 വർഷത്തിന് ശേഷം യവൻ വലുതായി +2 ആയപ്പം പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാറില്ല. വലുതായല്ലോ, പിന്നെ അതിലേക്ക് വരുന്നില്ല. അവർക്ക് വലിയ വിഷയങ്ങൾ. പിന്നെ ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഗൾഫിൽ അവൻ കൊണ്ടുപോയി, എല്ലാവരെയും കൊണ്ടുപോയി തിരിച്ചു വന്നു. ഒരു 10 മാസത്തോളം അവിടെ നിന്ന് തിരിച്ചു വരികയൊക്കെ ചെയ്തു. അവന്റെ സഹായമാണല്ലോ, വേറെ ആരെയും സഹായമില്ലല്ലേ. ഇവര് ഒന്നുമില്ലാത്ത ഒരു 50 രൂപയ്ക്കുള്ള സാധനം എടുത്ത് കഴിക്കാൻ പോലും ഇല്ലാത്ത ഈ കുടുംബത്തിലുള്ളതാണ് ഇവർ രണ്ടുപേരും. ആ റഹീമും അതേപോലെയാണ്. ഇന്ന് റഹീമിന്റെ വീട്ടിൽ പോയാൽ ചാണാമൊഴിയ വീടാണ്. ഞാൻ ഇവളായിട്ട് പോകും. അവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ. അമ്മ ഒറ്റയ്ക്കോടെ ഇവിടെ തന്നെ ഈ വീട് പാലയാച്ചിൻ്റെ അന്ന് അമ്മയ്ക്ക് അങ്ങ് പോകണം. ഇവിടെ എങ്ങും കിടക്കൂല. എല്ലാ മക്കൾ 11 മക്കളാണ്ട് ഉണ്ട്, ആണും പെണ്ണുമായിട്ട്. ചുറ്റളവിൽ തന്നെ 2-3 പേരുണ്ട്. പക്ഷേ ചാണമൊഴിയ വീടാണ്, പഴയ വീടാണ്. അത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ അടുത്ത് ഇവർക്ക് വേണ്ടി ഒരു വീട് മക്കൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർ എവിടെ കിടക്കുന്നത് വിദേശത്ത് പോയി സമ്പാദിച്ച പണമാണ്. അവന്റെ വരുമാനമാണ്, വേറെ ആരെ വരുമാനമല്ല. എന്താ പ്രണയം ബന്ധമുണ്ടെന്ന് റഹീമിന് അറിയാമോ എന്നുള്ള അറിയില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടില്ല. എങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എതിർച്ചയിൽ ഞാൻ ആറ്റിങ്ങൽ റോട്ടിൽ നിന്ന് വെഞ്ഞാറമൂട്ടിലേക്ക് വരുമ്പോൾ HP പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് യവനും അഫാനും ഒരു പെൺകുട്ടിയുടെ ബാക്കിയിരിക്കണം. എന്നെ കാണുകയും ഞാൻ കാണുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് മുഖം മറച്ചളാം. കാരണം എനിക്ക് അവൻ അങ്ങനെ ഒരു കാണാൻ
ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്, പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഹെൽമെറ്റ്, രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഇല്ല. അപ്പോഴാണ് ഞാൻ വീട്ടിൽ ചെന്ന് വൈഫിനോട് പറയുകയും ചെയ്ത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൻ പോകണമെന്ന് പറഞ്ഞു. പിള്ളേരല്ലേ എന്ന് പറഞ്ഞു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാന് നിലവിൽ മാനസിക പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്. പൂർണ്ണ ബോധത്തോടെ ഇയാൾ ഈ കൂട്ടക്കൊലകളൊക്കെ തന്നെ ചെയ്തു. ശാരീരിക പ്രശ്നങ്ങൾ മാറിക്കഴിഞ്ഞാൽ 2 ദിവസത്തിനകം ആശുപത്രി വിടാമെന്നുള്ള സൂചന മെഡിക്കൽ ബോർഡ് നേരത്തെ നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് ഇപ്പോൾ അഫാൻ ഉള്ളത്. അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തി ഈ കേസിൽ അഫാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ വിവരം കൂടി പുറത്തു വരുന്നത്. വെഞ്ഞാറമൂട് പോലീസാണ് രണ്ടാമതായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താമെന്നാണ് വെഞ്ഞാറമൂട് CI അനൂപ് പറയുന്നത്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അമ്മുമ്മ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ പാങ്ങോട് പോലീസ് അഫാന്റെ അറസ്റ്റ് ആദ്യമേ രേഖപ്പെടുത്തിയിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് ഉടൻ തന്നെ ജയിലിലേക്ക് മാറ്റും. പിന്നീട് 2 കേസുകളിലെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തും. സാമ്പത്തിക ബാധ്യത എന്നുള്ള വിഷയത്തിൽ ഊന്നി തന്നെയാണ് നിലവിൽ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇത് കാരണം തന്നെയാണ് എല്ലാവരെയും കൊന്ന് സ്വയം ജീവനൊടുക്കാനും അഫാൻ തീരുമാനിച്ചത്. അതുതന്നെയാണ് പ്രേരണയായി മാറിയിട്ടുള്ളത്. താൻ ഒറ്റയ്ക്ക് മരിച്ചാൽ അനുജനും അമ്മയും ഒറ്റയ്ക്കാകും. അവർക്ക് ആരും തന്നെ ഉണ്ടാകില്ല. അവർ ജീവിക്കുകയല്ല, മറിച്ച് അവർ നരകിക്കുകയായിരിക്കും ഈ ഭൂമുഖത്ത് ചെയ്യുന്നത്. അത് തനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അവരെ കൊലപ്പെടുത്തിയത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തൻ്റെ കാമുകിയും ഒറ്റയ്ക്കാകും. ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് അവളെയും ഉപേക്ഷിക്കാനുള്ള മനസ്സ് വന്നില്ല. അവളെയും കൊണ്ടുപോകാനായി തീരുമാനിച്ചു. വല്യുപ്പയും ഭാര്യയും ഉമ്മുമ്മയും ഒക്കെ തങ്ങളെ ദ്രോഹിച്ചവരാണ്. തങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയവരാണ്. എന്നിട്ടും കൈയയച്ച് സഹായിക്കാൻ അവരൊന്നും തന്നെ തയ്യാറായില്ല. അതുകൊണ്ട് അവരൊന്നും തന്നെ ഈ ഭൂമുഖത്ത് ജീവിക്കണ്ട എന്ന് താൻ കരുതി. അങ്ങനെയാണ് വീണ്ടും മൊഴി നൽകിയിരിക്കുന്നത്. അഫാൻ അന്നേ ദിവസം മദ്യപിച്ചു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ലഹരി വസ്തുക്കൾ ഏതെങ്കിലും ഉപയോഗിച്ചോ, മയക്കുമരുന്നടക്കം ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തമായ സൂചന ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല. അതിനുള്ള രക്തപരിശോധന, രാസലഹരി പരിശോധന റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ഒരു വ്യക്തത ഉണ്ടാകും. ഇതുകൂടാതെ മറ്റു ബന്ധുക്കളെ കൂടി കൊല്ലാനുള്ള പദ്ധതി അഫാനുണ്ടായിരുന്നു. തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉമ്മയുടെ ബന്ധുക്കളായ അമ്മയെയും മകളെയും കൊല്ലണം, ഒപ്പം വെഞ്ഞാറമൂടുള്ള മാമനെയും കൊല്ലാൻ പദ്ധതിയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കൊലപ്പെടുത്തിയ തൻ്റെ കുഞ്ഞനുജൻ്റെ മുഖം കണ്ടപ്പോൾ, തലക്കടിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ തനിക്ക് അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അതൊക്കെ തന്നെ നഷ്ടമായി. മനോവീര്യം തളർന്നുപോയി. ഇല്ലെങ്കിൽ ഉറപ്പായും ആ 3 പേരെ കൂടി കൊന്നായിരിക്കും അഫാൻ്റെ ഏറ്റവും ഒടുവിലെ കീഴടങ്ങൽ ഉണ്ടാവുമായിരുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധരൊക്കെ തന്നെ അഫാന്റെ മാനസിക നില പരിശോധിച്ചു കഴിഞ്ഞു. യാതൊരുവിധ പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അവരോട് തന്നെയാണ് പ്രതി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്. പോലീസിനോട് മനോരോഗ വിദഗ്ധർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. മാനസിക പ്രശ്നമില്ല എന്നുള്ള റിപ്പോർട്ടും കിട്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും കുറ്റപത്രവും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തയ്യാറാക്കുക. സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് പലരോടും അഫാൻ കടം ചോദിച്ചതും ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കടബാധ്യതയുടെ പേരിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ തന്നെ പലതരത്തിൽ തർക്കങ്ങൾ ഉടലെടുത്തിരുന്നു. ചിട്ടിയും മറ്റും നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ ഓരോരുത്തരെയും കൊലപ്പെടുത്താനായി അഫാന് കൃത്യമായ കാരണമുണ്ടായിരുന്നു. ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുക. അഫാന്റെ അനുജൻ, പെൺസുഹൃത്ത്, അച്ഛൻ്റെ മാതാവ്, അച്ഛൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നിങ്ങനെ 5 പേരെയാണ് ചുരുക്കൊണ്ട് തലക്കടിച്ച് അഫാൻ കൊലപ്പെടുത്തിയത്. ഉമ്മ ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവർ ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.